നിങ്ങളുടെ നടുവേദന ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, 3 മാസത്തിലധികമായി ഒരേപടി കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ടാവും. മരുന്ന് കഴിച്ചു, ഫിസിയോതെറാപ്പി ചെയ്തു, തിരുമ്മി നോക്കി, നല്ലതുപോലെ റെസ്റ്റ് ഒക്കെ എടുത്തു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ പഴയപടി തന്നെ ആ വേദന വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണണം. കാരണം 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു നടുവേദനയെ നമ്മൾ ഇനി വെറും ഒരു സാധാരണ നോർമൽ ആയിട്ടുള്ള വേദനയായി കണ്ട് തള്ളിക്കളയാൻ പാടില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ചില നടുവേദനകൾ എത്ര ചികിത്സിച്ചാലും മാറാത്തത്, ഈ അവസ്ഥയിൽ ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ഇതിന് കൂടുതൽ വൈദ്യ പരിശോധനകൾ വേണ്ടി വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്നതിനെ കുറിച്ചൊക്കെയാണ്. ആദ്യം നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാ നടുവേദനയും ഒരുപോലെയല്ല. ഒരു ചെറിയ മസിൽ ഉളുക്കോ അതിനൊരു വലിവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ 2-3 ആഴ്ചക്കുള്ളിൽ അത് ഓട്ടോമാറ്റിക്കലി തനിയെ മാറിക്കോളും. ചിലപ്പോൾ അത് ഒരു 6 വീക്സ് വരെ എടുത്തേക്കാം. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഈ നടുവേദന മാറാതെ നിൽക്കുകയാണെങ്കിൽ മെഡിക്കൽ ഭാഷയിൽ അതിനെ ക്രോണിക് ബാക്ക് പെയിൻ അഥവാ വിട്ടുമാറാത്ത നടുവേദന എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എനിക്ക് എവിടെയാണ് വേദനിക്കുന്നത് എന്നല്ല, പകരം എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു വേദന വിട്ടുമാറാത്തത്. പലരും കരുതിയിരിക്കുന്നത് നടുവേദന മാറാത്തതിന്റെ കാരണം ഡിസ്കിന്റെ കംപ്ലൈന്റ് മാത്രമായിരിക്കും എന്നാണ്. എന്നാൽ സത്യം അതല്ല. എല്ലാ വിട്ടുമാറാത്ത നടുവേദനയ്ക്കും കാരണം ഡിസ്ക് തേയ്മാനമാകണമെന്നില്ല. ചിലരിൽ അത് പേശികളുടെ പ്രശ്നമാകാം, ചിലരിൽ ജോയിന്റുകളുടെ തേയ്മാനമാകാം, മറ്റു ചിലരിൽ നിൽക്കുന്നതിനും ഇരിക്കുന്നതിലും ആ പോസ്ചറിന്റെ കുഴപ്പമാകാം. ഇടുപ്പിന്റെ ചലനശേഷി കുറയുന്നത് കൊണ്ടോ അമിതവണ്ണം കൊണ്ടോ, എന്തിന് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് കൊണ്ടുപോലും നടുവേദന മാറാതെ നിൽക്കാം. അതുകൊണ്ട് നടുവേദനയെ ഒരു രോഗമായി കാണാതെ ശരീരത്തിൽ എവിടെയോ ഒരു തകരാറുണ്ടെന്ന് കാണിക്കുന്ന ലക്ഷണമായി നമ്മളൊന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ അവിടെയാണ് ആ മാറ്റം അറിയുക. ഇവിടെയാണ് പലരും അറിയാതെ ഒരു അപകടകരമായ വിഷമവൃത്തത്തിൽ ചെന്ന് ചാടുന്നത്. വേദന വരുന്നു, അപ്പോൾ നമ്മൾ പേടിച്ച് നടക്കുന്നത് കുറയ്ക്കുന്നു, ചെയ്യുന്ന വ്യായാമങ്ങൾ നമ്മൾ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്നു. അനങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ മസിലുകൾ കൂടുതൽ ദുർബലമാകും, അല്ലെങ്കിൽ വീക്ക്നെസ് ആയിക്കൊണ്ടേയിരിക്കും. മസിൽ വീക്കമാവുമ്പോൾ നട്ടലിന് കൊടുക്കേണ്ട സപ്പോർട്ട് കുറയും. സപ്പോർട്ട് കുറയുമ്പോൾ വേദന വീണ്ടും കൂടും. ഇതാണ് വിട്ടുമാറാത്ത നടുവേദനയുടെ ആ ഒരു സൈക്കിൾ. ഈ സൈക്കിൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് മുറിച്ച് മാറ്റാത്തടത്തോളം കാലം വെറും പെയിൻ കില്ലറുകൾ മാത്രം കഴിച്ച് വേദനയെ ഒതുക്കാൻ നോക്കിയാൽ മരുന്നിന്റെ ആ ഒരു പവർ തീരുമ്പോൾ വേദന വീണ്ടും ഡബിൾ ആയിട്ട് തിരിച്ചു വരും. പല പേഷ്യൻസും നമ്മളോട് വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഞാൻ MRI സ്കാൻ ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന്. അപ്പൊ ഞാൻ അവരോട് ആദ്യം ചോദിക്കുക, എനിക്ക് നിങ്ങളുടെ MRI റിപ്പോർട്ട് അല്ല കാണേണ്ടത്, നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണെന്നാണ്. കാരണം ഒരു MRI റിപ്പോർട്ടിന് മാത്രം നിങ്ങളുടെ വേദനയെ പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയില്ല. ഡിസ്കിന് നല്ല ബൾജുള്ള ഒരാൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒട്ടും തന്നെ വേദന കാണില്ല. കേസസ് ഉണ്ട് അങ്ങനെ. നേരെ മറിച്ച് MRI റിപ്പോർട്ട് തികച്ചും നോർമലായ ഒരാൾക്ക് കഠിനമായിട്ടുള്ള വേദന ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് റിപ്പോർട്ടും രോഗിയുടെ ലക്ഷണങ്ങളും കൃത്യമായ ക്ലിനിക്കൽ പരിശോധനയും എല്ലാം ഒത്തുനോക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള രോഗനിർണയം സാധ്യമാവൂ. ഇവിടെ ഈ വിട്ടുമാറാത്ത നടുവേദനയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചില പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നമ്മുടെ കോർ മസിലുകളുടെ ബലക്കുറവ്, ഇടുപ്പിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നത്, മണിക്കൂറുകളോളം ഒരേപോലെ ഇരിക്കുന്നത്, കുനിഞ്ഞ് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ അപ്പോൾ പറ്റുന്ന തെറ്റായ രീതികൾ, പെട്ടെന്ന് ശരീരഭാരം കൂടുന്നത്, ശരിയായ ഉറക്കം കിട്ടാത്തത്, പിന്നെ വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദവും ആശങ്കകൾ. ഇത്തരത്തിൽ ഒന്നോ അതിലധികമോ കാരണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് പലരിലും നടുവേദന വിട്ടുമാറാതെ നിൽക്കുന്നത്. പക്ഷെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഒട്ടും വൈകിക്കരുത്. വേദന നടുവിൽ നിന്ന് കാലുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുക, കാലുകൾക്ക് ബലക്കുറവ് തോന്നുക, മലമോ മൂത്രമോ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് വരിക, രാത്രിയിൽ വേദന കാരണം ഉറങ്ങാൻ പറ്റാതെ വരിക, ഇതിനൊപ്പം പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് ലോസ് ആവുക, കുറയുക. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒട്ടും സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഉടനെ തന്നെ ഒരു വൈദ്യ പരിശോധന നടത്തണം.
നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് 3 മാസത്തിലധികമായി വേദനയുണ്ട് എന്ന് വിചാരിക്കുക. ഈ ജീവിതകാലം മൊത്തം വേദന സഹിച്ച് ജീവിക്കണമെന്ന് അതിനൊരു അർത്ഥമില്ല. പക്ഷെ നമ്മൾ ഇതിനെ സമീപിക്കുന്ന രീതിയെ ഒന്ന് മാറ്റണം. വേദനയെ താൽക്കാലികമായി മരുന്ന് നൽകി സപ്രസ് ചെയ്യുന്നതിന് പകരം അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി ചികിത്സിക്കണം. ശാരീരികമായിട്ടുള്ള ചലനങ്ങൾ മെച്ചപ്പെടുത്തണം. മസിലുകൾക്ക് ബലം നൽകുന്ന ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറ്റം വരുത്തണം. ആവശ്യമെങ്കിൽ അതിന് മാത്രമായുള്ള കൃത്യമായിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കുകയും വേണം. ഞങ്ങളുടെ അടുത്തൊരു നടുവേദനയുള്ള ഒരു പേഷ്യന്റ് വരുമ്പോൾ ഞങ്ങൾ അവരുടെ വേദനയുള്ള ഭാഗം മാത്രമല്ല നോക്കാറുള്ളത്. അവരുടെ നടത്തത്തിന്റെ രീതി, ഇരിക്കുന്നതിന്റെ രീതി, ഇരിക്കുന്നതിന്റെ പോസ്ചർ എങ്ങനെയാണ്, ഇടുപ്പിന്റെ ചലനം എങ്ങനെയാണ്, കോർ മസിലുകളുടെ സ്റ്റെബിലിറ്റി എന്താണ്, അവരുടെ ജോലി എന്താണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഉറക്കം, മാനസികമായിട്ടുള്ള സ്ട്രെസ്, ഇവയെല്ലാം കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. കാരണം വേദനയുള്ള സ്ഥലം മാത്രം ചികിത്സിച്ചാൽ താൽക്കാലികമായിട്ട് കുറയുമെങ്കിലും അത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, 3 മാസമായി നിങ്ങളുടെ നടുവ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരം നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു മെസ്സേജ് ആണ്. ഞാൻ നിന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നത് നീ ഇതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി എന്നെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ആ ഒരു മെസ്സേജ് കേൾക്കാതെ പെയിൻ കില്ലറുകൾ ഇട്ട് അതിനെ സപ്രസ് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം വീണ്ടും ഗുരുതരമാവുകയുള്ളൂ. എന്നാൽ കാരണം കണ്ടെത്തി ശരിയായി ചികിത്സിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ നടുവേദന തുടങ്ങിയിട്ട് എത്ര കാലമായി, എത്ര വർഷമായി, താഴെ കമന്റിലേക്ക് ഒന്ന് എഴുതുക. ഈ വീഡിയോ 3 മാസത്തിലധികമായി നടുവേദന സഹിച്ച് ജീവിതം മടുത്ത് ജീവിക്കുന്ന നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായി ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക. അവർക്ക് ഈ ഒരു വീഡിയോ പുതിയൊരു പ്രതീക്ഷ നൽകട്ടെ, കുറച്ച് ക്ലാരിറ്റി അവർക്ക് കിട്ടട്ടെ.